വെൽക്കം ബാക്ക് എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ PSCയുടെ ട്രെൻഡ് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷ് വിഭാഗത്തിൽ എല്ലാ കാലത്തും ഒരേ ട്രെൻഡ് തന്നെയാണ്. ചോദിച്ച കാര്യങ്ങൾ ആവർത്തിക്കുക, ഓപ്ഷനിലുള്ള പലതും ആവർത്തിച്ച് വീണ്ടും വരിക എന്നുള്ളത് സ്ഥിരമായ സ്ഥായിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുൻകാല ചോദ്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് എന്നാൽ വളരെ ട്രിക്കി രീതിയിലൂടെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഗ്രാമറാണ് അത്തരത്തിൽ നമ്മളെ സഹായിക്കുക. ബട്ട് വൊക്കാബ്സിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങൾ PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാം നമ്മുടെ കൈവശം ഭദ്രമായിരിക്കും. ഏതൊരു പരീക്ഷയും നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ, ആദ്യ ചോദ്യത്തിലേക്ക് കടന്നാലോ? ആദ്യ ചോദ്യം നോക്കാം. കമ്പാരിറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് ബാഡ്. ഓപ്ഷൻസ് ഉണ്ട്: വേഴ്സ്, വേഴ്സർ, വേഴ്സ്റ്റ്, ബെറ്റർ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കമ്പാരിറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ്. ഒരു അഡ്ജക്റ്റീവ് വരുമ്പോഴേക്കും അതിന് എന്താണ്? പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. അങ്ങനെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എല്ലാം കൃത്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, സ്മോൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ് ഡിഗ്രി സ്മോൾ, കമ്പാരിറ്റീവ് ഡിഗ്രി സ്മോളർ, സൂപ്പർലേറ്റീവ് ഡിഗ്രി സ്മോളസ്റ്റ്. ലാർജ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ് ഡിഗ്രി ലാർജ്, കമ്പാരിറ്റീവ് ഡിഗ്രി ലാർജർ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ലാർജസ്റ്റ്. എന്നതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ബാഡ് എന്നതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി, ബാഡ് എന്ന അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ് ഡിഗ്രി ബാഡ് തന്നെയാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി എന്താ എന്നാണ് ചോദ്യം. അപ്പോൾ ഭൂരിപക്ഷ ആളുകളുടെയും ഉത്തരം ഒരുപക്ഷെ എയിലും ബിയിലുമായിട്ട് നിൽക്കും, ഇടിച്ചു നിൽക്കാൻ ചാൻസ് ഉണ്ട്. ചില ആളുകളൊക്കെ ബി കുത്തിക്കാണും ഇപ്പൊ തന്നെ മനസ്സിൽ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് എന്ന് ഭൂരിപക്ഷം അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ട്രാക്ക് ശരിയാണ്. കാരണം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നോക്കാം. ഗുഡ് പോസിറ്റീവ് ഡിഗ്രി, അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ബെറ്റർ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ബെസ്റ്റ്. ബാഡ് എന്ന സംഗതിയുടെ പോസിറ്റീവ് ഡിഗ്രി ബാഡ് തന്നെയാണ്. കണ്ടോ, കമ്പാരിറ്റീവ് ഡിഗ്രി വേഴ്സർ എന്ന് പറയത്തില്ല, വേഴ്സ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിലോ വേഴ്സ്റ്റ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എപ്പോഴും STയിൽ വന്ന് നിൽക്കുന്നു. ശ്രദ്ധിക്കണം. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ലാർജ്, ലാർജർ, ലാർജസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അല്ലേ? ബാഡ്, വേഴ്സ്, വേഴ്സർ അല്ല, വേഴ്സ്, വേഴ്സ്റ്റ്. ഇനി ബ്യൂട്ടിഫുൾ നോക്കിയേ, ബ്യൂട്ടിഫുള്ളർ എന്ന് പറയത്തില്ല. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഹാൻസം, മോർ ഹാൻസം, മോസ്റ്റ് ഹാൻസം. അട്രാക്റ്റീവ്, മോർ അട്രാക്റ്റീവ്, മോസ്റ്റ് അട്രാക്റ്റീവ്. ഇങ്ങനെ മോർ ചേർത്ത് വരുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലും മോസ്റ്റ് ചേർത്ത് വരുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുമായിരിക്കും. ഇനി നോക്കിയേ, ഓൾഡ്. ഓൾഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഓൾഡർ, ഓൾഡസ്റ്റ്. ശ്രദ്ധിക്കണം, ഓൾഡ് എന്ന അഡ്ജക്റ്റീവിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ് എന്നാണ് നമ്മൾ പഠിക്കുക. ഇനി ഓൾഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് എൽഡറും കൊടുക്കുന്നുണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി എൽഡസ്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓൾഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി രണ്ടെണ്ണമാണ്, ഓൾഡർ, എൽഡർ. ഓക്കെ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓൾഡസ്റ്റ്, എൽഡസ്റ്റ്. ഇനി നമ്മൾ വൈസ്. വൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി വൈസർ, കമ്പാരിറ്റീവ് ഡിഗ്രി വൈസർ, സൂപ്പർലേറ്റീവ് ഡിഗ്രി വൈസസ്റ്റ് എന്നുള്ളതാണ്, വൈസസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇതാണ് സാധാരണയായിട്ട് പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് എന്ന് കൊടുക്കാം. കമ്പാരിറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് ബാഡ് എന്നതിൻ്റെത് വേഴ്സർ. ഓക്കെ, വേഴ്സർ അല്ല. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. മറക്കരുത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Nobody wants to be poor. Dash question mark. Does they? Do they? Don't they? Doesn't they?
ഇത് ക്വസ്റ്റ്യൻ ടാഗിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്നുണ്ടാവും ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനായിട്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്തായിരിക്കും ഉത്തരം? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിൽ അതിനൊരു നെഗറ്റീവ് ടാഗ് കൊടുക്കുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിൽ പോസിറ്റീവ് ടാഗ് കൊടുക്കുക. അതായത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് കൊടുക്കുക, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് കൊടുക്കുക, ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ? നോബഡി, നോ, നെവർ, നോബഡി, നത്തിങ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൽ തന്നെ നെഗറ്റീവ് ഇല്ലേ? നോ ഇല്ല, നെഗറ്റീവ്. അപ്പൊ ഇവിടെ വരേണ്ടത് ഒരു പോസിറ്റീവ് ഡിഗ്രി ആണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ വരേണ്ടത് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വരേണ്ടത്. അങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോഴേക്കും ഡോണ്ടും ഡസന്റ് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ എയിലോ ബിയിലോ ആണ് നമ്മുടെ ഉത്തരം ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ കൊടുക്കണം. ഇനി ഓപ്ഷൻസിൽ നിന്നും അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിനെ അങ്ങെടുത്ത് ദൂരെ കളയാം. സിയും ഡിയും പോയി. ഇനി എ ആണോ ബി ആണോ എന്ന് നമ്മൾ നോക്കണം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഓക്സിലറി, അതായത് സ്റ്റേറ്റ്മെന്റിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി വെർബ് ആര്? ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ക്രിയകളാണ് സഹായക ക്രിയകൾ അഥവാ ഓക്സിലറി വെർബ്സ്. ഫോർ എക്സാമ്പിൾ ഈസ്, വാസ്, വെയർ, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ് ഇതെല്ലാം തന്നെ സഹായക ക്രിയകളാണ്. ക്യാൻ, കുഡ്, വിൽ, വുഡ് ഇതെല്ലാം സഹായക ക്രിയകളാണ്. നമ്മുടെ ഈ ഒരു സെന്റൻസിൽ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും ഇല്ല, പക്ഷെ അത് ഒളിഞ്ഞു കിടക്കുകയാണ്. എവിടെയാണ്? വാണ്ട്സ് എന്ന വെർബിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ഈ വാണ്ട്സിനെ ഒരു ചുറ്റി കൊണ്ട് ഞാൻ അടിച്ചപ്പോൾ അത് രണ്ടായിട്ട് പൊട്ടി. എങ്ങനെ പൊട്ടി? ഡസ് പ്ലസ് വാണ്ട്. ശ്രദ്ധിക്കണം, വാണ്ട് എന്ന വെർബിന്റെ എസ് ഓർ ഇ എസ് ഫോം ആണ് വാണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെ? വാണ്ട്സ്. അപ്പോ ഒരു വെർബിന്റെ എസ് ഓർ ഇ എസിനെ നമ്മൾ ചുറ്റി കൊണ്ട് അടിക്കുമ്പോൾ ഡസ് പ്ലസ് ആ ഒരു വെർബ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ വാണ്ട് എന്ന ഒരു മെയിൻ വെർബ് കേട്ടോ, വാണ്ട് എന്ന ഒരു മെയിൻ വെർബ്. അപ്പോ അതിന്റെ V1 ഫോർമാറ്റ് എന്ന് പറയുന്നത് വാണ്ട് തന്നെയാണ്. V1 ഫോർമാറ്റ് എന്ന് പറയുന്നത് വാണ്ട് ആണ്. ഇനി വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്, അതായത് വെർബിനോടൊപ്പം എസ് ഒ ഇ എസ് ഒ ചേർത്ത് വരുന്നത് വാണ്ട്സ് എന്ന് പറയും. ഈ വാണ്ടിനെ ഒന്ന് ചുറ്റികൂട്ട് അടിച്ചപ്പോൾ നമുക്ക് കിട്ടി ഡു പ്ലസ് വാണ്ട്. എസ് ചേർത്ത് വരുന്നതിനെ നമ്മൾ ചുറ്റികൊണ്ട് അടിച്ചപ്പോൾ എന്ത് കിട്ടി? ഡസ് പ്ലസ് വാണ്ട്, അല്ലെ? അതായത് ഒരു വെർബിന്റെ V1 ഫോർമാറ്റിനെ ചുറ്റികൊണ്ട് അടിച്ചാൽ ഡു പ്ലസ് വി ഫോർമാറ്റ് കിട്ടും. ഒരു വെർബിന്റെ എസ് ഓർ ഇ എസ് ഫോർമാറ്റിനെ ചുറ്റികൊണ്ട് അടിച്ചാൽ ഡസ് പ്ലസ് വി ഫോർമാറ്റ് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന സഹായക ക്രിയ ഡസ് ആണ്. ഞാൻ പറഞ്ഞു ഈസ്, ആർ, ആം, വാസ്, വെയർ, ഡു, ഡസ്, ഹാസ്, ഹാവ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ് ഇതെല്ലാം സഹായക ക്രിയകളാണ്, ഓക്സിലറി വെർബ്സ് ആണ്. അപ്പോ ഡസ് കിട്ടി. ഡസ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക. ഡസിന്റെ പോസിറ്റീവ് ഡസ് തന്നെയാണ്. സോ ഡസ് ദേ എന്ന് പറഞ്ഞ് കൊടുത്താൽ കൊടുക്കാമായിരുന്നു, പക്ഷേ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇതൊരു എക്സെപ്ഷണൽ കേസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡസിന് പകരം നമ്മളിവിടെ ഡു കൊടുത്ത് ഉത്തരം ഓപ്ഷൻ ബി എന്ന് കൊടുക്കും. പലരും ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇത് കേരള PSCയുടെ സ്ഥിരം ചോദ്യമാണ്. തെറ്റിക്കാൻ വേണ്ടിയിട്ട്, അതായത് അടിസ്ഥാനപരമായിട്ട് പോസിറ്റീവ് സെന്റൻസിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും നെഗറ്റീവ് സെന്റൻസിന് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും കൊടുക്കണമെന്നും അവിടെ ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കിടക്കുകയോ അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി വെർബിനെ കണ്ടെത്തി ആ ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഉത്തരം കൊടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ സെന്റൻസിൽ എവരി വൺ, എവരിബഡി,
എനി വൺ എനിബഡി, സം വൺ സംബഡി, നോ വൺ നോബഡി എന്നിവ വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ എന്ന പ്രോനോൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതവിടെ കിടന്നോട്ടെ. പക്ഷേ ഓക്സിലറി വെർബിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. നമ്മൾ കണ്ടുപിടിച്ച ഓക്സിലറി വെർബ് ഡസ് അല്ലേ? ഡസ് ഡു ആകും, ഈസ് ആർ ആകും, വാസ് വെയർ ആകും, ഹാസ് ഹാവ് ആകും. മനസ്സിലായോ? അതായത് സിംഗുലാർ ഓക്സിലറി വെർബ്സ് എല്ലാം തന്നെ പ്ലൂറൽ ഓക്സിലറി വെർബ്സിലേക്ക് മാറും. വൈ? ബിക്കോസ് ദേ, ഒന്നിലധികം ദേ എന്ന പ്രോനോൺ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈസ് ദേ എന്ന് നമ്മൾ പറയോ? ഇല്ല. ഈസിന്റെ എന്ത് പ്ലൂറൽ ഫോർമാറ്റിലുള്ള വെർബ് ആർ, വാസിന്റെ പ്ലൂറൽ ഫോർമാറ്റിലുള്ള വെർബ് വെയർ, ഹാസിന്റെ പ്ലൂറൽ ഫോർമാറ്റിലുള്ള വെർബ് ഹാവ്, അതുപോലെ തന്നെ ഡസിന്റെ പ്ലൂറൽ ഫോർമാറ്റിലുള്ള വെർബ് ഡു. അപ്പോൾ ആർ ദേ, വെയർ ദേ, ഹാവ് ദേ, ഡു ദേ എന്ന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഡസ് എന്ന ഓക്സിലറി വെർബിന്റെ അല്ലേ, ഓക്സിലറി വെർബിന്റെ പോസിറ്റീവ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നോബഡി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി വെർബിനെ കണ്ടെത്തി അതിന്റെ പോസിറ്റീവ് കൊടുക്കുക. അപ്പോൾ ഡസ് ദേ എന്നാണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ സെന്റൻസിൽ എവരി വൺ എവരിബഡി, നോ വൺ നോബഡി, എനി വൺ എനിബഡി, സം വൺ സംബഡി എന്നിവ വന്നിട്ടുണ്ടെങ്കിൽ ഓക്സിലറി വെർബിന് ചേഞ്ച് വരുത്തണം. ഓക്കെ, അപ്പോൾ ഈസ് എന്നുള്ളത് ആറാകും, വാസ് എന്നുള്ളത് വെയർ ആകും, ഹാസ് എന്നുള്ളത് ഹാവ് ആകും, ഡസ് എന്നുള്ളത് ഡു ആകും. ചേർത്ത് ദേ എഴുതുക. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇതൊരു എക്സെപ്ഷണൽ ചോദ്യമാണ്, റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. ഒരു ചോദ്യം കൂടി നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരം എന്നല്ല, ഈ ഒരു ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഭദ്രമായിരിക്കും. എവരി വൺ വാസ് പ്ലേയിങ്, ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക. വാസൻ ദേ, വാസ് ദേ, വെയറിൻ ദേ, വെയർ ദേ. ശ്രദ്ധിക്കണം, ഇവിടെ ഓക്സിലറി വെർബ് പരസ്യമായി തന്നിരിക്കുക. വാസ് എന്ന ഓക്സിലറി വെർബ് പരസ്യമായിട്ട് തന്നിരിക്കുക. ഇനി എവരി വൺ ഓക്കെ, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോ വൺ നോബഡി എന്ന് വന്നിരുന്നെങ്കിൽ അത് നെഗറ്റീവാ അല്ലേ? അപ്പോ എനി വൺ എനിബഡി ഒക്കെ വന്നാൽ പോസിറ്റീവ് ആണ്, സം വൺ സംബഡി വന്നാൽ പോസിറ്റീവ് ആണ്, നോ അല്ലെങ്കിൽ നോബഡി നെവർ എന്നൊക്കെ വന്നാൽ നെഗറ്റീവ് ആണ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് കൊടുക്കേണ്ടത്. നമുക്കിവിടെ കണ്ടെത്തിയിരിക്കുന്ന ഓക്സിലറി വെർബ് വാസ് ആണ്. ഇനി നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? എവരി വൺ എവരിബഡി, സം വൺ സംബഡി, നോ വൺ നോബഡി, എനി വൺ എനിബഡി എന്നിവ വന്നാൽ ഓക്സിലറി വെർബിന് ചേഞ്ച് ഉണ്ടാവും. ഈസ് എന്നുള്ളത് ആറാകും, വാസ് എന്നുള്ളത് വെയർ ആകും അല്ലേ, ഹാസ് എന്നുള്ളത് ഹാവ് ആകും, ഡസ് എന്നുള്ളത് ഡു ആകും, എന്നിട്ട് ദേ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ വാസിന് പകരം എന്താ കൊടുക്കേണ്ടത്? വെയർ ആ കൊടുക്കേണ്ടത്. വെയറിന്റെ നെഗറ്റീവ് എന്താ? വെയർ ഇറ്റ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി വെയർ ഇറ്റ് ദേ എന്നുള്ളതാണ് നമ്മുടെ ശരിയായ ഉത്തരം. കണ്ടോ, എന്ത് ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ സിനോണിം ഓഫ് ടേം റിമൂവ്സ്: ഇന്റലിജന്റ്, റിഗ്രറ്റ്, ആംഗ്രി, ബെനവലന്റ്. റിമൂവ്സ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ആരെങ്കിലുമൊക്കെ പശ്ചാത്തപിക്കാതിരുന്നിട്ടില്ല അല്ലെ? അപ്പോൾ റിമൂവ്സ് എന്ന് പറയുന്ന വേർഡ് കേരള PSCയുടെ തറവാട്ട് സ്വത്തായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഒരു 4 എക്സാം എടുക്കുകയാണെങ്കിൽ ഒരു ചോദ്യത്തിലെങ്കിലും റിമൂവ്സുമായിട്ട് ബന്ധപ്പെട്ട വേർഡ് സിനോനിം വന്നിരിക്കും. അപ്പൊ റിമൂവ്സ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഞാൻ ഇപ്പോൾ തന്നെ പറയാം, പശ്ചാത്താപം, റിഗ്രറ്റ് എന്നുള്ളതാണ്. റിഗ്രറ്റ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം, നോക്കാം. റിമൂവ്സിന് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള സിനോണിംസ് അർത്ഥങ്ങൾ: റിഗ്രറ്റ്, റെപ്പൻറ്റൻസ്, പെനിറ്റൻസ്. ഓക്കെ, റെപ്പൻറ്റൻസ്, പെനിറ്റൻസ് ഏകദേശം ഒരേ പടിയാണ് വരുന്നത്. ഇനി പാരാമൗണ്ട് എന്ന് പറഞ്ഞാൽ മഹത്തായ, സുപ്രീം, എമിനന്റ്, ഫോർമോസ്റ്റ് എന്ന അർത്ഥത്തോടു കൂടി. ഓക്കെ, ഇനി എൻകംബറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സ്ഥലം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം, മാമന്മാരൊക്കെ. നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോവാം, ആ സ്ഥലത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ,
തടസ്സങ്ങളുണ്ടോ, ആ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അതിന് നമുക്ക് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് വേണം. എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അപ്പൊ എൻകംബറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാധ്യത, ഒരു തടസ്സം എന്ന അർത്ഥമാണ്. ഹിൻഡ്രൻസ് അഥവാ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നതാണ് സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കാറ്റാസ്ട്രോഫി, ഇപ്പോ സുനാമി വന്നു, COVID-19 വന്നു, ഇതെല്ലാം ഒരു ദുരന്തമായിരുന്നു, കാറ്റാസ്ട്രോഫി ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഡിസാസ്റ്റർ, കലാമിറ്റി, മിസ്ഫോർച്യൂൺ, മിസാപ്പ് എന്നീ വാക്കുകളെല്ലാം തന്നെ എന്താണ്, കാറ്റസ്ട്രോഫിയുടെ സിനോണിംസ് ആണ്. ദുരന്തം എന്ന അർത്ഥമാണ്. ഇതാണ് സ്ഥിരമായിട്ട് PSC ചോദിച്ചു വരുന്ന സിനോണിംസ് എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റൻസിബിൾ, ദാറ്റ് മീൻസ് വ്യക്തമായ, വിസിബിൾ, വളരെ വ്യക്തമായ, ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് എന്ന് പറയുന്ന വാക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പാരന്റ്, എവിഡന്റ്, ഒബ്വിയസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒപ്പേക്ക് അഥവാ ഡിം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഓസ്റ്റൻസിബിൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായ, അപ്പാരന്റ്, എവിഡന്റ്, ഒബ്വിയസ്, തീർച്ചയായും, ഓക്കെ എന്ന അർത്ഥമൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതായത് വളരെ വ്യക്തമായ, തീർച്ചയായ എന്ന അർത്ഥത്തോടു കൂടി യൂസ് ചെയ്യുന്ന വേർഡാണ് ഓസ്റ്റൻസിബിൾ. അപ്പോൾ റിമോസ് പശ്ചാത്താപം, പാരമൗണ്ട് മഹത്തായ, എൻകംബറൻസ് തടസ്സം, കാറ്റാസ്ട്രോഫി ദുരന്തം, ഓസ്റ്റൻസിബിൾ വ്യക്തമായ, തീർച്ചയായ എന്ന അർത്ഥത്തോടു കൂടി. ഓക്കെ, ബെനവലന്റ് അറിയാലോ, കരുണ എന്ന അർത്ഥമാണ്. എ വാലറ്റ്യൂഡിനേറിയൻ ഈസ് വൺ, ഓപ്ഷൻ എ, ഹു ബിഹേവ്സ് ഇൻ ആൻ അരഗന്റ് മാനർ. ബി, who is too anxious about his own health. C, who looks at everyone with suspicion. D, who loves mankind. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ വാലറ്റ്യൂഡിനേറിയൻ PSCയുടെ 2 തവണ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു തവണ അല്ല, 2 തവണ ഇതേ ഓപ്ഷൻസ് തന്നെ കയറി വന്നിട്ടുണ്ട്. എന്താണ്, നിങ്ങളിൽ പലരും, പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ല, വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ഇതായിരിക്കും. എന്ത്, ഓപ്ഷൻ ബി, ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോഴേക്കും, ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ, പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ആദ്യകാലങ്ങളിലായിരിക്കും, കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ ആയിരിക്കും ഒരു ജിമ്മ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഹെൽത്തിനെ കുറിച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. പിന്നെ അവരങ്ങ് മറന്നു പോവാം. പിന്നെ പക്ഷെ സ്ത്രീകൾ ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോഴേക്കും അല്ലെ, 30s ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. അതാണ് ഈ വാലറ്റ്യൂഡിനേറിയൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PSC ചോദിച്ചിട്ടുള്ള ചില വാക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, വാലറ്റ്യൂഡിനേറിയൻ, വൺ ഹു ഈസ് ടു ഏൻഷ്യസ്, ഭയങ്കര ഒരു കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്ന ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട്. ഒപ്റ്റിമിസ്റ്റ്, അതായത് പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരു വ്യക്തിയാണ്. എല്ലാത്തിൻ്റെ ഒരു പോസിറ്റീവ്നെസ് മാത്രം കണ്ട് ആ ഒരു പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരു വ്യക്തിയാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് തിങ്കിങ്. എന്തെടുത്താലും നെഗറ്റീവ്. തെങ്ങിൻ്റെ അരികത്തൂടെ പോയാൽ തേങ്ങാ വീണ് ചാവും അല്ലേ, ആറ്റിൻ്റെ കരയിൽ കൂടെ പോയാൽ മുങ്ങിച്ചാവും എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് തിങ്. എന്തിനും നെഗറ്റീവ്. പഠിച്ചാൽ കിട്ടോ, സിലബസ് തീർക്കാൻ പറ്റോ, എന്നെ കൊണ്ട് പറ്റോ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നീ ആ വഴിക്ക് പോകണം. ചുമ്മാ പറ്റത്തില്ല, പറ്റൂല എന്ന് 100 പേരെടുത്ത് ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നിനക്ക് പറ്റൂല്ലെങ്കിൽ ഇവിടെ പറ്റുന്ന വേറെ 100 ആൺപിള്ളേരുണ്ട്, പെൺപിള്ളേരും ഉണ്ട്. ഇതാണ് ഞാൻ കൊടുക്കുന്ന ഉത്തരം. പറ്റൂല, നീ പോ, നിന്റെ വഴിക്ക് പോ എന്നുള്ളതാണ്. എന്താണ് ഒപ്റ്റിമിസ്റ്റ്, വൺ ഹു ഹോപ്സ് ഫോർ ദ ബെസ്റ്റ്. ഓപ്പോസിറ്റ് ആണ് പെസിമിസ്റ്റ്. 2 S ഉണ്ട് കേട്ടോ പെസിമിസ്റ്റിന്. ഇൻകോറിജിബിൾ, വൺ ഹു കനോട്ട് ബി കറക്റ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെസിമിസ്റ്റിനെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നേരെയാക്കി എടുക്കുക, ഇറ്റ്സ് നോട്ട് പോസിബിൾ. വൺ ഹു കനോട്ട് ബി കറക്റ്റഡ്, നേരെയാക്കാൻ പറ്റത്തില്ല, അവനെ നേരെയാക്കാൻ പറ്റത്തില്ല എന്ന് പറയത്തില്ലേ. ഇൻകോറിജിബിൾ, ഹെഡോണിക്, വൺ ഹു പെർസ്യൂ പ്ലഷർ ആസ് എ വേ ഓഫ് ലൈഫ്. അതായത് എന്താണ് പ്ലഷർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെതായ രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ തേടി പോവുക. ചില ആളുകൾക്ക് യാത്രയായിരിക്കാം, ചില ആളുകൾക്ക് സിനിമയായിരിക്കാം. എന്താണോ അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം നൽകുക അത് തേടി പോവുക. അതാണ് ഹെഡോണിക് എന്ന് പറയുന്നത്. ടീറ്റോട്ടാളർ, അതായത് മദ്യപിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ ടീറ്റോട്ടാളർ എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആൽക്കഹോളിക്. ടീറ്റോട്ടാളർ ഓപ്പോസിറ്റ് ആൽക്കഹോളിക്. അപ്പോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ലീവ്സ് ഹിസ് റിലീജിയൻ. ഒരാൾ അയാളുടെ മതം വിട്ടു പോകുമ്പോൾ അങ്ങനെ വിളിക്കുന്ന ഒരു പേരാണ് അപ്പോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ വാലറ്റ്യൂഡിനേറിയൻ, ഓപ്റ്റിമിസ്റ്റ്, ഇൻകോറിജിബിൾ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്, നേരെയാക്കാൻ കഴിയാത്ത, ഹെഡോണിക്,
ടീറ്റോട്ടാലർ ഓപ്പോസിറ്റ് ആൽക്കഹോളിക് എന്ന് പഠിച്ചാൽ മതി. അപ്പോസ്റ്റേറ്റ് വൺ ഹു ലീവ്സ് ഹിസ് ലീജിയൻ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിയേ. ഈ 5 ചോദ്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട്? ഒരു 3 എണ്ണമെങ്കിലും ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ്. ഒന്ന് ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ വെറും വട്ടപൂജ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 0-ൽ നിന്നും 100-ലേക്ക് കുതിക്കാൻ ഏതാനും ദിവസങ്ങൾ മതി നമ്മളോടൊപ്പം. എ കാക്കോഗ്രാഫിസ്റ്റ് ഈസ് വൺ. ഓപ്ഷൻസ് ഉണ്ട്. ഹു ഈസ് ബാഡ് ഇൻ സ്പെല്ലിംഗ്, ഹു സ്പെൻഡ് money lavishly, who lend money with high rate of interest, who lives a wandering life. Cacographist. Who spent money lavishly എന്ന് പറയുമ്പോൾ വളരെ എക്സ്ട്രാ വാഗൻ, അത് നമ്മൾ പറയാറുണ്ട്, ഭയങ്കര ദൂർത്ത്, എക്സ്ട്രാ വാഗൻ എന്ന് പറയുന്ന വാക്ക് നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്. ഹൂ ലെൻഡ് മണി വിത്ത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് കൊള്ള പലിശയ്ക്ക് കൊടുക്കുന്നവൻ അല്ലേ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്, യൂസറർ എന്ന് പറയുന്ന വാക്ക് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നിഗമനം ഓപ്ഷൻ എ ആകാനാണ് ചാൻസ്. നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാക്കോഗ്രാഫിസ്റ്റ്. യെസ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, സന്തോഷമായി. കാക്കോഗ്രാഫിസ്റ്റ് വൺ ഹു ഈസ് ബാഡ് ഇൻ സ്പെല്ലിങ്ങിൽ നമുക്കിപ്പോ തന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, റിസീവ്, അച്ചീവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? EI വരുന്നത്, IE വരുന്നതൊക്കെ നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. സ്പെല്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC മത്സര പരീക്ഷകൾക്ക്. വൺ ഹു ഈസ് ബാഡ് ഇൻ സ്പെല്ലിംഗ്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ കാക്കോഗ്രാഫിസ്റ്റിനെ നിങ്ങൾ സ്വയം വിളിക്കുക. യൂസറർ എന്ന് പറഞ്ഞാൽ വൺ ഹു ലെൻഡ് മണി വിത്ത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സ്പെൻഡ് ത്രിഫ്റ്റ്, അതായത് വൺ ഹു സ്പെൻഡ് മണി ലാവിഷ്ലി, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മൈസർ. ഓക്കെ, ഇനി വാഗബോണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ഒരു നാടോടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. വൺ ഹു ലീവ്സ് എ വാൻഡറിങ് ലൈഫ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹി. ഇപ്പോൾ APJ അബ്ദുൽ കലാം അവരൊക്കെ മദർ തെരേസ, വൺ ഹു ലവ്സ് മാൻകൈൻഡ്, മനുഷ്യ സ്നേഹിയാണ്. ഇനി ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പൊ ചാരിറ്റി ചെയ്യുന്നവരുണ്ടാവും. ശരിക്കും ഫിലാന്ത്രോപ്പിസ്റ്റും ആൾട്രൂയിസ്റ്റും ഒക്കെ ചേട്ടാനിയന്മാരാ. ഫിലാന്ത്രോപ്പിസ്റ്റ് മനുഷ്യ നന്മയ്ക്കായി, മനുഷ്യ സ്നേഹി. ആൾട്രൂയിസ്റ്റും വൺ ഹു വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്, അതും ശരിക്കും ഒരു മനുഷ്യ സ്നേഹി തന്നെയല്ലേ? ഏകദേശം ചേട്ടാനിയന്മാരെ പോലെ അതും നിൽക്കും. സോ അർത്ഥം മനസ്സിലാക്കി ഉത്തരം കൊടുക്കുക. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് 1 വേർഡ് ചോദ്യങ്ങളൊക്കെ. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് സിംഗുലർ പ്ലൂറൽ ഫോംസ്. നോക്കാം ഈ ചോദ്യത്തിന് ഉത്തരം ആരൊക്കെ കൊടുക്കും നോക്കാം. A അക്വേറിയ, അക്വേറിയം. B മെമ്മോറാണ്ട, മെമ്മോറാണ്ടം. C ബാക്ടീരിയ, ബാക്ടീരിയം. D നൺ ഓഫ് ദി എബോ. എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ബയോളജിയിലൊക്കെ പഠിക്കുമ്പോൾ ബാക്ടീരിയാസ് എന്ന് പഠിച്ചിട്ടില്ലല്ലോ, ഇല്ല. നമ്മൾ ബയോളജിയിൽ പഠിക്കുമ്പോൾ ബാക്ടീരിയാസ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, ബാക്ടീരിയ എന്നേ പഠിച്ചിട്ടുള്ളൂ, ബാക്ടീരിയാസ് എന്ന് പഠിച്ചിട്ടില്ല. ഇംഗ്ലീഷിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യം തന്നിരിക്കുന്നത് സിംഗുലാറും രണ്ടാമത് തന്നിരിക്കുന്നത് പ്ലൂറലുമാണ്. അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഇത് അങ്ങനെയാണോ വന്നിരിക്കുന്നത്? നമ്മൾ എന്തിനേയും, അതായത് ഇപ്പോൾ ബയോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ടീരിയാസ് എന്ന് പറയുന്നില്ല. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് തന്നെ പ്ലൂറലാ അല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ബാക്ടീരിയ എന്ന് പറയുന്നത് തന്നെ പ്ലൂറലാ. അതിൻ്റെ സിംഗുലർ ഒരിക്കലും ബാക്ടീരിയം ആകത്തില്ല, ബാക്ടീരിയാസും ആകത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ ബാക്ടീരിയ ഫാമിലി എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ബാക്ടീരിയം എന്നല്ലെങ്കിൽ ബാക്ടീരിയാസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബാക്ടീരിയ പ്ലൂറൽ ആണ്. അങ്ങനെയെങ്കിൽ ബാക്ടീരിയം ആയിരിക്കണം സിംഗുലർ. അപ്പോൾ IA എന്നുള്ളത് പ്ലൂറലും IUM എന്നുള്ളത് സിംഗുലാറും ആക്കണം. വേണ്ടേ? അങ്ങനെ വരുമ്പോൾ അക്വേറിയ പ്ലൂറൽ ആയിരിക്കത്തില്ലേ? അക്വേറിയം എന്ന് പറയുന്നത് സിംഗുലാർ. ഇനി മെമ്മോറാണ്ട ശ്രദ്ധിക്കണം. നമ്മൾ മെമ്മോറാണ്ടം
അല്ല ഒരു ഇപ്പൊ ഈഴവ മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്മോറാണ്ടമാണ് സമർപ്പിച്ചത്. മെമ്മോറാണ്ട അല്ല, ഒരൊറ്റ അവർക്ക് മെമ്മോറാണ്ട ഒന്നേ ഉള്ളൂ, അതിൽ കൂടുതൽ പേര് സൈൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ മെമ്മോറാണ്ട എന്ന് പറയുന്നത് പ്ലൂറലും മെമ്മോറാണ്ടം എന്ന് പറയുന്നത് സിംഗുലറുമാണ്. അപ്പോൾ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ഇതാണ് സിംഗുലർ, ഇതാണ് പ്ലൂറൽ. അപ്പോൾ നൺ ഓഫ് ദി എബോ അല്ലേ ഇവിടെ ഉത്തരം കൊടുക്കേണ്ടത് അല്ലേ? ഒന്നും കറക്റ്റ് അല്ല, നൺ ഓഫ് ദി എബോ. അപ്പോൾ ഇവിടെ PSC ചോദിച്ചു വരുന്ന രീതികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അക്വേറിയം എന്നുള്ളത് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂറൽ ആണ് അക്വേറിയ അഥവാ അക്വേറിയംസ് എന്ന് പറയുന്നത്. എന്നാൽ ബാക്ടീരിയം എന്നുള്ളത് ബാക്ടീരിയ എന്ന് മാത്രമേ ഉള്ളൂ, ബാക്ടീരിയംസ് എന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കരിക്കുലം അല്ല, കരിക്കുലംസ് എന്ന് പറയുന്നുണ്ട്. സ്റ്റേഡിയംസ് എന്ന് പറയുന്നുണ്ട്. ജിംനേഷ്യംസ് എന്ന് പറയുന്നുണ്ട്. മീഡിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മീഡിയംസ് എന്ന് പറയുന്നുണ്ട്. മെമ്മോറാണ്ടംസ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഐ എ വെച്ചിട്ട് വരുന്നതാണ് ഇതെല്ലാം അല്ലെ. അക്വേറിയ, അതുപോലെ തന്നെ സ്റ്റേഡിയ, ജിംനേഷ്യ, മീഡിയ, ഇതെല്ലാം ഐ എ വെച്ച് വരുന്നതാണ്. അത് മാത്രമല്ല IUMന്റെ എസും ചേർത്ത് പറയാം. അക്വേറിയംസ് എന്ന് പറയാം, കരിക്കുലംസ് എന്ന് പറയാം, സ്റ്റേഡിയംസ് എന്ന് പറയാം, ജിംനേഷ്യംസ് എന്ന് പറയാം, മീഡിയംസ് എന്ന് പറയാം, മെമ്മോറാണ്ടംസ് എന്നും പറയാം. പക്ഷേ ബാക്ടീരിയയുടെ കാര്യത്തിൽ ബാക്ടീരിയ തന്നെയാണ് പ്ലൂറൽ, ബാക്ടീരിയംസ് എന്ന് നമ്മൾ പറയാറില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ എടുത്ത് പറയുന്നത്. ഇനി ഡേറ്റം എന്നതിൻ്റെ പ്ലൂറൽ ഡേറ്റ ആണ്. നമ്മൾ ഡേറ്റാസ് എന്ന് പറയാറില്ല, ഡേറ്റ എന്നുള്ളതാണ് പ്ലൂറൽ. ഡേറ്റം എന്ന സിംഗുലാറിന്റെ പ്ലൂറൽ ഡേറ്റ. ഇനി അജണ്ട. ഇന്നത്തെ അജണ്ടകൾ എന്തൊക്കെയാണ്? അജണ്ട ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അജണ്ട പ്ലൂറൽ ആണ്. അജണ്ടം സിംഗുലാർ, അജണ്ട പ്ലൂറൽ. അതുപോലെ അജണ്ടംസ് എന്നും പറയാറില്ല, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ പക്ക. എട്ടാമത്തെ ചോദ്യം, ദ ബാറ്റ് ലൈക്ക് അതർ ബേർഡ്സ് ഡാഷ് വിങ്സ് ഹാസ് ഹാവ് ആർ വെയർ. രണ്ട് സബ്ജക്റ്റിനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. രണ്ട് സബ്ജക്റ്റിനെ കൂട്ടിച്ചേർക്കാൻ, ഫസ്റ്റ് സബ്ജക്റ്റ് സെക്കൻഡ് സബ്ജക്റ്റിനെ കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നിവയാണ് എങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റിന് ആസ്പദമാക്കിക്കൊണ്ട് ഒരു വെർബ് ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലാർ വെർബ് കൊടുക്കുക, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് കൊടുക്കുക. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് സബ്ജക്റ്റ്, ബാറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സബ്ജക്റ്റ്, ബേർഡ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റ്. കൂട്ടിച്ചേർത്ത് വന്നിരിക്കുന്നത് ഈ പറയുന്ന ഓറോ, ഐദർ ഓറോ, നൈദർ നോറോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ അല്ല, ലൈക്ക് ആണ്. ലൈക്ക്, അൺലൈക്ക്, മോർ ദാൻ, റാദർ ദാൻ, as well as much as, in addition to, followed by, accompanied by. ഞാൻ പറഞ്ഞു വരുന്നത് ഇവയെല്ലാം ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആദ്യ സബ്ജക്റ്റിന് അനുസരിച്ച് കൊണ്ടുള്ള വെർബ് കൊടുക്കുക. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലാർ വെർബ് കൊടുക്കുക, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് കൊടുക്കുക. ഓക്കെ, അപ്പോ ദി ബാറ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗുലാർ ആയിട്ടാണ് കാണുന്നത്. ബാറ്റ്സ് എന്ന് പറഞ്ഞല്ലോ വന്നിരിക്കുന്നത്. ദ ബാറ്റ് സിംഗുലാർ ആണ്, സിംഗുലാർ സബ്ജക്റ്റ് ആണ്. ആദ്യ സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലാർ വെർബ് കൊടുത്താൽ മതി. നമ്മുടെ ഇവിടെ സിംഗുലാർ വെർബായിട്ട് ഒന്നേ ഉള്ളൂ, ഹാസ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം. ദ ബാറ്റ് ലൈക്ക് അതർ ബേർഡ്സ് ഹാസ് വിങ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതിക്കോളാം. എപ്പോഴും ഞാൻ പറയാറുണ്ട് സിംഗുലാർ വെർബും പ്ലൂറൽ വെർബും. ഈസ് സിംഗുലാർ ആണ്, ആർ പ്ലൂറൽ വെർബാണ്. വാസ് സിംഗുലാർ ആണ്, വേർ പ്ലൂറൽ വെർബാണ്. ഹാസ് സിംഗുലാർ ആണ്, ഹാവ് പ്ലൂറൽ വെർബാണ്. ഡസ് സിംഗുലാർ വെർബാണ്, ഡു പ്ലൂറൽ വെർബാണ്. പക്ക. ഇവിടെ നിങ്ങൾ എടുത്ത് എഴുതിക്കൊള്ളാം. മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ നോക്കിക്കോളാം. അപ്പോൾ ശ്രദ്ധിക്കും, നോക്കിയേ. ഞാൻ പറഞ്ഞ പോലെ ആസ് വെൽ ആസ് മച്ച് ആസ്, ലൈക്ക്, അൺലൈക്ക്, ബട്ട്, എക്സെപ്റ്റ്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, മോർ ദാൻ, റാദർ ദാൻ, ബിസൈഡ്സ് അഥവാ ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു, കൂടാതെ, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ ഒക്കെ പറഞ്ഞ് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ ആസ്പദമാക്കിക്കൊണ്ട് വെർബ് കൊടുക്കുക. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലാർ വെർബ് കൊടുക്കുക, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് കൊടുക്കുക. എന്നാൽ രണ്ട് സബ്ജക്റ്റുകളെ
ഓർ ഐദർ ഓർ നൈദർ നോർ നോട്ട് ഓൺലി ബട്ട് ആൾസോ ചേർത്ത് ബന്ധപ്പെടുത്തിയാൽ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് വെർബ് ക്രിയേറ്റ് ചെയ്യാം. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ എന്താ? സിംഗുലാർ സബ്ജക്റ്റിന് സിംഗുലാർ വെർബ് കൊടുക്കുക, പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വെർബ് കൊടുക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? ഇനി നിങ്ങൾ ഉത്തരം നോക്കേ. ഓപ്ഷൻ എ, ദ ലീഡർ വിത്ത് ഹിസ് ഫോളോവേഴ്സ് ഹാസ് കം. ദ ഡാക്കോയിറ്റ് കൊള്ളക്കാരാണ്. ടുഗദർ വിത്ത് ഹിസ് ഫോളോവേഴ്സ് ഹാസ് ബീൻ ക്യാപ്ചർഡ്. ഡാക്കോയിറ്റ് കൊള്ളക്കാരൻ. The elephant, unlike lions and tigers, do not eat flesh. The boys as well as the girls are going for a picnic. Okay. സോ ഇവിടെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം, ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് സബ്ജക്റ്റുകളെയും ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ സബ്ജക്റ്റിന് അനുസൃതമാക്കിക്കൊണ്ട് വെർബ് ക്രിയേറ്റ് ചെയ്യേണ്ട രീതിയാണ്. ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, ലൈക്ക്, അൺലൈക്ക്, ബട്ട്, ഇൻക്ലൂഡിംഗ്, എക്സ്ക്ലൂഡിംഗ്, എക്സെപ്റ്റ്. ഇവയെല്ലാം ചേർത്ത് രണ്ട് സബ്ജക്റ്റിനെ ബന്ധപ്പെടുത്തിയാൽ ആദ്യ സബ്ജക്റ്റിന് അനുസൃതമായിട്ടുള്ള എന്ത് കൊടുക്കണം? വെർബ് ഫോം ചെയ്യണം. ഓക്കെ, ആദ്യത്തെ നമുക്ക് ഇൻകറക്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ദ ലീഡർ ഫസ്റ്റ് സബ്ജക്റ്റാ, സിംഗുലാർ സബ്ജക്റ്റാ, ലീഡേഴ്സ് എന്നല്ല വന്നിരിക്കുന്നത്. അതിന്റെ വെർബ് സിംഗുലാർ വെർബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റാ, വിട്ടുകളയാം. ദ ഡക്കോയിറ്റ് കൊള്ളക്കാരൻ എന്ന അർത്ഥമാണ്, ഡക്കോയിറ്റ്സ് എന്നല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് സബ്ജക്റ്റാ, അതിനനുസരിച്ച് കൊടുത്തിരിക്കുന്ന വെർബും സിംഗുലാറാ, ഹാസാ വന്നിരിക്കുന്നത്. ഓക്കെ, അതും ശരിയാണ്. ദി എലിഫന്റ്, എലിഫൻസ് അല്ലല്ലോ, ദി എലിഫന്റ് സിംഗുലാർ സബ്ജക്റ്റാ, അതിനനുസരിച്ച് സിംഗുലാർ വെർബ് കൊടുക്കണം. മൈ ഗോഡ്, ഡു, ഡു അല്ല അവിടെ വരേണ്ടത്, ഡസ്സാ വരേണ്ടത്. ഞാൻ പറഞ്ഞു സിംഗുലാർ വെർബ് പ്ലൂറൽ വെർബ്. ഹാവ്, ഡസ് സിംഗുലറാ, ഡു പ്ലൂറലാ. പക്ക അവിടെ തന്നെ ഉത്തരം കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി നോക്കണോ? ബോയ്സ് പ്ലൂറലാ, അതുകൊണ്ട് പ്ലൂറൽ വെർബ് 6 വന്നു. ഓക്കെ, ഇതൊക്കെ എന്നാ സിമ്പിളാ. അങ്ങനെയാണെങ്കിൽ ഈ ട്രിക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഷീ പ്രാക്ടീസ് ദ ഡാഷ് എ സോങ് ടു സിംഗ് ഫോർ സിംഗിങ്, സിംഗിങ് സങ്. സോ വെരി വെരി, ഐ ഫിനിഷ്ഡ് ഡാഷ്, I finished studying. I gave up smoking. Gave up, give up. Finished, give up, suggest, practice എന്നിവയ്ക്ക് ശേഷം എന്ത് തരം വെർബാ വരുന്നേ? വെർബിന്റെ ING ഫോം അല്ലേ, മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ, ജെറണ്ട് അല്ലേ. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, മുന്നേ പഠിച്ചിട്ടുള്ളതാണേ. അവോയ്ഡ് സെന്റൻസിൽ അവോയ്ഡ്, കൺസിഡർ, ഡിനൈ, ഡിസ്ലൈക്ക്, കംപ്ലീറ്റ്, ഗിവ് അപ്പ്, ഫിനിഷ്ഡ്, പുട്ട് ഓഫ്, അത് പുട്ട് ഓഫ് എന്ന് മാറ്റി വയ്ക്കാം, സജസ്റ്റ്, എൻജോയ്, പ്രാക്ടീസ്, ഫേവർ എന്നിവ വന്നു കഴിഞ്ഞാൽ ശേഷം വരേണ്ട വെർബ് എന്ന് പറയുന്നത് വെർബിന്റെ ING ഫോം, വെർബിംഗ് ജെറണ്ട് ഫോം ആയിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.